അപ്പൊ നമ്മളിതാ റെഡ് കാർപ്പറ്റ് ഷോയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ, കുറെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ അടുത്ത് ഇവർ രണ്ടുപേരും കിട്ടുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നു വന്നപ്പോ നമുക്ക് തോന്നി ഇവരെ വെച്ചൊരു സിനിമ എടുത്താൽ നന്നായിരിക്കുന്നത്. ഭയങ്കര ചേർച്ചയുണ്ട് രണ്ടുപേർക്കും, കണ്ണ് കെട്ടാതിരിക്കട്ടെ. അർജുൻ, ഞാൻ ആദ്യം തന്നെ എന്റെ ഇൻട്രോയിൽ പറഞ്ഞു നിങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുറെ ട്വിസ്റ്റുകളും കുറെ ഭയങ്കര സംഭവ ബഹുലമായിരുന്നു എന്ന്. ഏതെങ്കിലും ഒരു ട്വിസ്റ്റ് അതിൽ നടന്നത് ഓർമ്മയുണ്ടോ? കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, പക്ഷെ എന്നാലും എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാവുന്നത് മതി കേട്ടോ. പറ്റാവുന്ന ട്വിസ്റ്റ് ഇത് എന്താണെന്നറിയോ? അതായത് ഓരോ ടെസ്റ്റും, അതായത് അച്ഛനമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. അല്ല, അവർ ഞെട്ടിക്കൊണ്ടിരിക്കും. ഓരോ ഷോസും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോ ഇന്റർവ്യൂസും കാണുമ്പോൾ ഓരോ ട്വിസ്റ്റിലും അവർക്കാണ് ഞെട്ടല്. ഇതൊക്കെ എപ്പോ ഇങ്ങനെ എല്ലായിരുന്നല്ലോ അവള് വീട്ടിൽ മോളെ നീ ഇങ്ങനെയായിരുന്നോ, ഇതല്ലാലോ നീ അന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞത് എന്നൊക്കെ. ട്വിസ്റ്റ്, ഏത് ട്വിസ്റ്റ് ഏട്ടാ? കുറെ ഏത് ട്വിസ്റ്റ് ഏട്ടാ? അതായത് ലിസ്റ്റ് ഇങ്ങനെ നീണ്ട കിടക്കാണ്. ഇൻ ബിറ്റ്വീൻ ബ്രേക്കപ്പ്, അടിപിടി, ബഹളം, അടിപിടി ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പറ, അത് കേൾക്കാം. അടിപിടി ബഹളത്തിൽ ഒരു ബ്രേക്കപ്പിന്റെ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിരിഞ്ഞു, അതായത് പിരിഞ്ഞു ഇവിടെ വരെ എത്തി. ഒമ്പോ നമ്മൾ തിരിച്ച് ബാക്ക് ടു അതാണ് ഞങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ പിരിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആരാദ്യം സോറി പറഞ്ഞത്? അത് പറയൂ. ഞാൻ. ദുർഗ പറഞ്ഞു. ഞാൻ വിശ്വസിക്കില്ല കേട്ടോ, സത്യമായിട്ട് തോന്നുന്നേ ഇല്ല. ഇത് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, ഭയങ്കര പിടിവാശിയാ. നിക്കായിരുന്നു ഞാൻ. ഈശ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഞാനാണ് അങ്ങോട്ട് പോയത്. ദുർഗയാണ് ആദ്യം സോറി പറഞ്ഞത്. അത് കോമഡി എന്താ വെച്ചാൽ ബ്രേക്കപ്പ് ഞാനാ പറഞ്ഞത്. അതുകൊണ്ട് അപ്പൊ സോറി പറയേണ്ട ദുർഗ തന്നെയാണ്. അങ്ങനെയല്ല, അങ്ങനെ വെച്ചാൽ വലിയ വഴക്കുകൾ നടന്നു. പിന്നെ ആളെന്നെ മൈൻഡ് ചെയ്യണില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ 15 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വെറുതെ ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ലെറ്റ്സ് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാ. ആളത് അപ്രൂവ് അടിച്ചു. അല്ല, ഐ റിമെമ്പർ ഓഗസ്റ്റ് 15th ആയിരുന്നു. ഷീ സെൻഡ് മീ ഓൺ ഓഗസ്റ്റ് 14th ലേറ്റ് നൈറ്റ് ആണ് അയച്ചത്. സോ 15th ഏർലി മോർണിംഗ് ഞാൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അയച്ചു. പറഞ്ഞപ്പോ പക്ഷെ ഞാൻ ആ സമയമാകുമ്പോഴേക്കും അല്ല, ഞാൻ നൈറ്റില് മെസ്സേജ് ചെയ്തു. ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു, ഇതിനും റെസ്പോൺസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഓക്കെ, ഐ തോട്ട് ദാറ്റ് പുള്ളിക്കാരനും അതാണ് വേണ്ടത്, ആഗ്രഹം അതാണ്, ബ്രേക്കപ്പ് തന്നെയാണ് ആഗ്രഹിക്കണേന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ശരി എന്നാ ഞാൻ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു, എനിക്ക് പറ്റണില്ല. ഞാനൊരു കുറച്ച് ഡേയ്സ് ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ അനിയനും കൂടെ ട്രിപ്പ് എന്നും പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ അവിടെ പോയിട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് ഭയങ്കര അയ്യോട് അത് പറയുമ്പോ ഇപ്പോഴും കണ്ണു നിറയണു പാവത്തില്ല. അപ്പൊ അന്ന് അത്ര വിഷമിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയും അതൊക്കെ നമ്മൾ തീർന്നല്ലോ. ഇപ്പൊ നിങ്ങൾ ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു ദുർഗ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, നമുക്ക് അറിയാം. പക്ഷെ എനിക്ക് അർജുനും നന്നായിട്ട് അഭിനയിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ചില വീഡിയോ ആണോ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ദുർഗയെക്കാളും രസമായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് എക്സ്പ്രഷൻ അർജുൻ കൊടുക്കുന്നുണ്ടല്ലോ എന്ന്.